ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു കുഞ്ഞൊരു മേക്കപ്പ് ലുക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാം, നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാല് ഞാൻ മേക്കപ്പ് ലുക്ക് ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ലല്ലോ. ഏതാണ്ട് 1-2 മേക്കപ്പ് ലുക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു മേക്കപ്പ് ലുക്കും കൂടി ചെയ്യാം. പിന്നെ കുറെ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് എന്താണ് അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇടാന്. അത് ഞാൻ ഇടുന്നുണ്ട്, ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമുക്കിവിടെ അമ്പലത്തിൽ തിരുവാതിരയാണ് കേട്ടോ. അപ്പം ധനുമാസ തിരുവാതിര അത് 12-ാം തീയതിയാണ്. അപ്പം ഞാൻ അതില് തിരുവാതിരയിലെ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ്. അപ്പൊ നമ്മള് വ്രതമാണ്. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോകണം. ഇന്ന് അമ്പലത്തില് എട്ടങ്ങാടിയാണ്. അപ്പൊ അതിന് പങ്കെടുക്കാനൊക്കെ പോകണം. അപ്പം എന്തായാലും വീഡിയോ എടുക്കും. ഞാൻ അമ്പലത്തിൽ ചെല്ലുന്ന വീഡിയോയും എട്ടങ്ങാടി പങ്കെടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്കൊരു കുഞ്ഞൊരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ കണ്ടാലോ. അപ്പൊ ഓൾറെഡി ഞാനാണെങ്കിൽ എന്റെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തതാ. ഞാനൊരു വീഡിയോ കഴിഞ്ഞിട്ടിരിക്കും, അതുകൊണ്ടാണ് ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തേക്കുന്നത്. ഇനി എനിക്കത് ലിപ്സ്റ്റിക് ഇടണം, പിന്നെ പൊട്ട് കുത്തണം, ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനാണെങ്കിൽ ഏതാണ്ട് വൈറ്റന്റെ ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എന്ന് പറഞ്ഞുള്ള ഒരു ക്രീമാണ്. അത് ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്തായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പൊ ഇച്ചിരി ഒരു ആർഭാടമായിക്കോട്ടെ. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? എല്ലാവരും ഇങ്ങനെ പല BB ക്രീമും CC ക്രീമൊക്കെ ഇടുമ്പോൾ നമ്മളും എന്തിനാ അതൊക്കെ കുറയ്ക്കുന്നതല്ലേ? എല്ലാ യൂട്യൂബേഴ്സും ശരിക്കും നന്നായിട്ടൊക്കെ ഒരുങ്ങുന്നത്. എനിക്ക് എങ്ങനെ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ആ സംഭവങ്ങളൊന്നും വാങ്ങിച്ച് തേക്കാത്തത്. ഇത് നല്ല സൂപ്പർ ക്രീമാണ് കേട്ടോ. ഞാനത് ഡെയിലി അല്ല, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അമ്പലത്തില് താലപ്പൊലിയോ തിരുവാതിര ഇപ്പോഴല്ലേ അമ്പലത്തിൽ പോകും. അമ്പലത്തിലെന്ന് പറഞ്ഞാല് നമ്മള് ഉത്സവമൊക്കെ വരത്തില്ലേ, അന്നേരം കല്യാണത്തിന് പോകുമ്പോഴ്, പിന്നെ ഉത്സവത്തിന് താലപ്പൊലി എടുക്കാനൊക്കെ പോകുമ്പോഴ് ഒക്കെ ഞാനിത് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ലുക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതങ്ങ് അബ്സർവായി പോകും കേട്ടോ. നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ട പോണക്ക് നമുക്ക് തോന്നത്തില്ല. ഓക്കെ കേട്ടോ. നമുക്ക് ഡാസ്ലറിന്റെ ഒരു പൗഡർ, ടാൽക്കം പൗഡർ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും എന്നെ പോലെ ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആരും ഇപ്പൊ അധികം ടാൽക്കം പൗഡർ ഒന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് ഐലൈനർ ഒന്ന് വരച്ചു കൊടുക്കണം. ഐലൈനർ കൊണ്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. നമുക്ക് ഡാസ്ലറിന്റെ ഞാൻ എടുത്തേക്കുന്നത്. അത് എഴുതിയിട്ട് വരാം. കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ കണ്ണുകൂടെ വരയ്ക്കും. ഈ കുന്തം വെച്ച് വരയ്ക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് നന്നായിട്ട് വരയ്ക്കാനും അറിയത്തില്ല. കണ്ണെഴുതിയിട്ടുണ്ട്. കണ്ണെഴുതിയതൊക്കെ അറിയാനുണ്ടോ ആവോ? കണ്ണൊക്കെ എനിക്ക് താഴെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. താഴെ ഞാൻ കുറച്ചേ വരയ്ക്കുന്നുള്ളൂ. ഞാനത് ഈ ഒരു സ്റ്റഡാണ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റഡിട്ടു, പൊട്ട് കുത്താം. എൻ്റെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് അതുകൂടി ഇട്ടാം.
ഇനി നമുക്ക് ഡ്രസ്സ് ഇടാം. ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. ഇനി ഫുൾ ഔട്ട്ഫിറ്റ് കാണാം. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ, എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയണേ. ഞാനങ്ങനെ ഇടാറില്ല മോഡേൺ ഡ്രസ്സ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും പറയണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.